ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയായ യുവതിയെ സിഐ മർദ്ദിക്കുന്ന ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. 2024 ജൂൺ 20 നടന്ന സംഭവത്തിൽ സിഐ പ്രതാപചന്ദ്രൻ പരാതിക്കാരിയായ ഷൈമോളുടെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത്. ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തത് അന്വേഷിക്കാൻ എത്തിയ ഷൈമോളെ ഗർഭിണിയാണെന്ന പരിഗണന പോലും നൽകാതെയാണ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചത്. അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത്. അർജുൻ, ഗർഭിണിയാണെന്ന പരിഗണന പോലും നൽകാതെയാണ് ഈ സ്ത്രീയെ മർദ്ദിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ ഒരു വർഷം മുൻപത്തെ സംഭവമാണ്. CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്താണ് അന്ന് സംഭവിച്ചത്? 2024 ജൂൺ 20 നടന്ന സംഭവമാണല്ലേ? വിനീത, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ വർഷം ജൂൺ 20-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് പോലീസുമായി ബന്ധപ്പെട്ട ഒരു മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി എന്നാരോപിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തെ ബെന്നിനെ അന്ന് എറണാകുളം നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിന് പിന്നാലെയാണ് ഭാര്യ അത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തത്. ആ സമയത്താണ് ഇത്തരമൊരു കൃത്യം അവിടെ ഉണ്ടായത്. അതായത് അന്ന് CI പ്രതാപചന്ദ്രനായിരുന്നു. ക്രൂരമായി തന്നെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് അന്ന് ഇത്തരത്തിൽ ഗർഭിണിയായിരുന്നു ഇവർ. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു മർദ്ദനം ഉണ്ടായത്. ശരിക്കും എന്താണ് ശരിക്കും സംഭവിച്ചത്? കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ്. എൻ്റെ ഹസ്ബൻഡ് 2 പേരെ പോലീസ് മർദ്ദിക്കുന്നതിൻ്റെ ഒരു വീഡിയോ പിടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പോലീസുകാർ വന്ന് പിടിച്ച് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോയപ്പോൾ ഞാൻ 2 കുഞ്ഞുങ്ങളുമായിട്ട് സ്റ്റേഷനിൽ ചെന്നു. സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ ഇട്ട് മർദ്ദിക്കുന്ന കണ്ടേ. അപ്പം ഞാൻ ഉറക്കം നിലവിളിച്ചുകൊണ്ട് ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇവിടെ നെഞ്ചത്ത് പിടിച്ച് ഒറ്റ തള്ളി ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ എന്നെ ഒറ്റ അടി അടിച്ചു. അതെല്ലാം ആ ദൃശ്യത്തിലെല്ലാം കാണുന്നത്. അതായത് എന്തായിരുന്നു സാഹചര്യം? എന്തായിരുന്നു അന്ന്? നേരെ പോലീസിനോട് ചോദിച്ചപ്പോൾ തന്നെ ഇങ്ങനെ മർദ്ദിക്കുമായിരുന്നു? ഈ പ്രതാപേന്ദ്രൻ മാത്രമായിരുന്നു, വേറെ ആളുകളുണ്ടായിരുന്നു? ഒത്തിരി പേരുണ്ടായിരുന്നു. അവിടെ വനിതാ പോലീസുകാരൊക്കെ ഉണ്ട്. വനിതാ പോലീസുകാർ എൻ്റെ മുടിയിൽ പിടിച്ച് വലിച്ച് എന്നെ പുറകിൽ നിന്ന് പിടിച്ച് വലിക്കുന്നുണ്ട്. എന്നെ മുഖത്തടിക്കുന്നുണ്ട്. പ്രതാപചന്ദ്രൻ സാർ അടിക്കുന്നത് കൂടാണ്ട് എന്നെ മർദ്ദിക്കുന്നുണ്ട് കൂട്ടത്തോടെ തന്നെ. ഞാൻ ആകെപ്പാടെ കുഞ്ഞുങ്ങളുമായിട്ട് ആകെ പരിഭ്രമിച്ചു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിലവിളിച്ച് കരഞ്ഞു. അപ്പോഴാണ് എന്നെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചത്. ഇതിൽ കുറേ നിയമപോരാട്ടം നടത്തിയ ശേഷമാണ് ഇത്തരമൊരു ദൃശ്യങ്ങൾ ലഭ്യമായത്. എങ്ങനെയായിരുന്നു പോലീസിൻ്റെ സമീപനം? എന്തായിരുന്നു? എന്താണ് ശരിക്കും അന്ന് താങ്കളെ കസ്റ്റഡി എടുക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? അത് ഇവിടെ നമ്മുടെ ഈ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിൻ്റെ കുറച്ച് 2 പേര് എന്തോ പ്രശ്നം ഉണ്ടാക്കി. നമുക്കറിയില്ല കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഇപ്പോഴും അറിയില്ല. ഇവരെ പിടിച്ചു കൊണ്ടുപോയിരുന്നു പോലീസ്. അപ്പോൾ പിടിച്ചുകൊണ്ടുപോകുന്ന സമയത്ത് ഇവർ രാത്രി സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇവർ കിടന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ വൈഫ് വിളിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇതെന്താ സംഭവം എന്ന് അന്വേഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ അവിടെ പോയി നിന്ന്, ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്ന് ഈ സിറ്റുവേഷൻ കണ്ടപ്പോൾ പോലീസുകാർ പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കരുത്, ആവശ്യമില്ല, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഞങ്ങൾ ഇപ്പുറത്തെ റോഡിലേക്ക് മാറി നിന്ന് റോഡിൽ നിന്നിട്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ എടുത്തത് അവർക്ക് എന്തോ ഈഗോ പ്രശ്നമായി മാറിയെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പേരിൽ പിറ്റേ ദിവസം നമ്മളെന്നെ FIR പോലും ഇടാണ്ട് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അത് ഡീറ്റെയിൽസ് ടെക്നിക്കൽ നിങ്ങൾ തപ്പി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. FIR ഇട്ടിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ. കസ്റ്റഡി എടുത്തപ്പോൾ എന്താ കാരണം പറഞ്ഞത്? കാരണം അതായത് പോലീസിനെതിരെ നമ്മൾ പ്രവർത്തിച്ചു എന്നുള്ള രീതിയിൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അവരെ മോചിപ്പിച്ചു, അവരെ ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ആക്ഷൻ എടുത്തത്. ആക്ഷൻ എടുത്തുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ 2 മാസം മുമ്പായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങുന്ന സമയത്താണ് ഞങ്ങളതിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് സ്റ്റേഷനിലേക്ക് ആകെ 50 മീറ്റർ ഉള്ളൂ. ഞങ്ങളോട് കാലത്തോ എപ്പോഴെങ്കിലും നമ്മളോടൊന്ന് വിളിച്ച് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ചെല്ലാവുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് വന്ന് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആകെ ഇതായിപ്പോയി, പാനിക്കായിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു പോലീസിൻ്റെ അടുത്ത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ട് നാളെ, അതിന് വേണ്ടി കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടി നിൽക്കണമെന്ന് പറഞ്ഞിട്ടും അവരത് മനസ്സിലാക്കണില്ല. നമ്മളെ പിടിച്ചുകൊണ്ടുപോയി അവിടെ നമ്മൾ ഇരുത്തുന്നു. അപ്പോൾ എൻ്റെ വൈഫ് ഓട്ടോമാറ്റിക്കലി ഒരു ഹസ്ബൻഡിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വൈഫും കയറി വരുമല്ലോ. അപ്പോൾ വൈഫ് അങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത് കാണിച്ചത് വളരെയധികം മോശപ്പെട്ട കാര്യങ്ങളാണ് ആ സമയത്ത് അവിടെ കാണിച്ചത്. ഈ സിറ്റുവേഷൻ നടന്ന് അടിയും കഴിഞ്ഞ് എന്നെയും ഉപദ്രവിച്ചു, എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും നമുക്കൊരു നീതിയില്ല, ഒന്നുമില്ല. എന്നെ നേരെ അറസ്റ്റ് ചെയ്ത് നേരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി എന്നെ 5 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് എന്നെ പിടിച്ച് റിമാൻഡ് ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. എൻ്റെ വൈഫിൻ്റെ അവസ്ഥ വളരെ പരിതാപമായിരുന്നു. 2 മക്കൾ, പിന്നെ അവൾ ഗർഭിണിയാണ്. അപ്പോൾ ഈ അടിച്ച സംഭവം നമ്മൾ ആരോടും പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. ഒരുപാട് നിയമപരമായിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും ഞങ്ങൾ എടുത്ത് പടിപടിയായിട്ട് എടുത്ത് ലാസ്റ്റ് ജഡ്ജ്
VG അരുൺ സാറാണ് ഇത് ഉത്തരവിടുന്നത് നമുക്ക് ഈ സംഭവം കിട്ടാൻ വേണ്ടിയിട്ട്. ഈ പ്രകാരം ആദ്യം ചോദിച്ചപ്പോൾ കിട്ടിയിട്ടില്ല. ഒരു കാര്യമില്ല. നമ്മൾ വിവരാവകാശവും മനുഷ്യാവകാശ കമ്മീഷനൊക്കെ വെറുതെ ഡമ്മികളാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് അവർക്ക് ഓരോ ന്യായങ്ങൾ ഈ ലെറ്റർ അയച്ച് നമുക്ക് എത്തണ ടൈം അത് പിന്നെ അത് ഒരു ചടങ്ങാണത്. ഡയറക്റ്റ് കോടതിയെ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ഒരു ന്യായം കിട്ടുന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അത് കോടതി എന്ന് പറഞ്ഞത് അവസാനമാണ്. അതിന് നമ്മൾ തക്കതായ രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് ഈ സത്യത്തിൻ്റെ വഴി എന്ന് പറയുന്നത് നേർരേഖയിൽ പോകണ പോലെ കുറച്ച് വെയിറ്റ് ചെയ്ത് സമാധാനമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വിധി വരും. ഇപ്പോഴും ഞങ്ങൾ നിയമ പോരാട്ടത്തിൽ നിൽക്കുകയാണ്. നമ്മൾ ഈ വിഷ്വൽ കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കണ്ടേ. ഞങ്ങൾ അനുഭവിച്ച വേദനകളും കാര്യങ്ങളും എല്ലാം എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ഇതാക്കിയത്. അത് തന്നെയാണ് വിനീത, അത്തരത്തിൽ ആണ് സംഭവിച്ചത്. അതായത് ഈ നിയമ പോരാട്ടത്തിലൂടെ ആ ദൃശ്യങ്ങൾ നേടിയെടുത്തത് കൊണ്ട് മാത്രമാണ് ഞെട്ടിക്കുന്ന ഈ ക്രൂരത പുറത്തു വരുന്നത്, അല്ലേ അർജുൻ? തീർച്ചയായും വിനീത, അങ്ങനെ തന്നെയാണ്. അതായത് ഈ സംഭവത്തിന് ശേഷവും പലതവണ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടു, പലയിടത്ത് പരാതി കൊടുത്തു. പക്ഷേ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ പോലും ഈ പോലീസ് സ്റ്റേഷനിലെ ജീവനക്കാരടക്കം കുറ്റക്കാരല്ല എന്നൊരു കണ്ടെത്തലാണ് നടത്തിയത്. അതിനുശേഷം വിവരാവകാശ പ്രകാരം ഈ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടു, അപ്പോഴും നൽകിയില്ല. അതിനുശേഷമാണ് ഇത്തരത്തിൽ കോടതിയെ സമീപിക്കുന്നത്. ഏതാണ്ട് ഒരു വർഷത്തിലേറെ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ ദൃശ്യങ്ങൾ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ചെയ്ത കാര്യം ആലോചിക്കണം. അതായത് ഈ നോർത്ത് പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ സ്ഥാപനം. ഈ സ്ഥാപനത്തിന് സമീപത്ത് ഉള്ള ഒരു കൂട്ടം യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോകുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി എന്നാരോപിച്ചുകൊണ്ട് പിന്നീട് പോലീസ് ഇവിടെ വരികയും ഇത്തരത്തിൽ ബെന്നിനെ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുകയുമായിരുന്നു. അത് എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഭാര്യയായ ഇവർക്ക് ഇത്തരമൊരു മർദ്ദനം നേരിടേണ്ടി വന്നത്. മാത്രവുമല്ല, അത്തരത്തിൽ അവിടെ എത്തി ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സിയുടെ നേതൃത്വത്തിൽ മർദ്ദിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് തൻ്റെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയത് മാത്രമാണ് ഇവർ ചെയ്തത്. അത്തരത്തിൽ നേരിട്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇത്തരമൊരു ആറ്റിറ്റ്യൂഡാണോ അവരുടെ ഭാഗത്ത് ഉണ്ടായത്? അതെ, കയറി ചെന്നപ്പോൾ തന്നെ എല്ലാവരോടും കൂട്ടത്തോടെ തന്നെ എന്നെ ആക്രമിക്കുന്ന ഒരിതാണ് ഉണ്ടായത്. അതും എല്ലാം അനുഭവിച്ചത് മാത്രമല്ല, അതിനുശേഷവും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ സ്റ്റേഷനിൽ വലിച്ചെറിഞ്ഞെന്നും ആ സ്റ്റേഷൻ ഞാൻ ആക്രമിച്ചെന്നും അവിടുത്തെ ഡോറുകളെല്ലാം തല്ലി തകർത്തെന്നും പിന്നെ ആ പ്രതാപചന്ദ്രൻ സാറിനെ ഞാൻ മർദ്ദിച്ച് മാന്തി പരിക്കേൽപ്പിച്ചെന്നൊക്കെയാണ് എനിക്കിട്ടണ കേസ്. അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കത് തെളിയിക്കണമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ വലിച്ചെറിഞ്ഞു പറഞ്ഞ സമൂഹത്തിൻ്റെ മുമ്പിൽ എന്നോട് ഓരോ ചോദ്യങ്ങൾ, നീ എന്താ സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ അക്രമം സൃഷ്ടിച്ചോ? അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ തെളിവെന്ന് പറയാനായിട്ട് ഈ CCTV ഫുട്ടേജ് ഇല്ലെങ്കിൽ ഇന്നും ഞങ്ങൾ തെറ്റുകാരായിട്ടും ഇന്നും എനിക്ക് കേസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തെളിയാൻ ഇപ്പോൾ ആ ഒരു ഇത് വന്ന ഈ CCTV ഫുട്ടേജ് മാത്രം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ തെറ്റുകാരല്ലെന്ന് തെളിയിക്കാനായിട്ട് സാധിച്ചത്. ഗർഭിണിയായിരുന്ന ഷൈമോളെ നേരെ മുഖത്ത് അടിക്കുകയായിരുന്നു. മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു അല്ലേ? ഒരു വനിതാ പോലീസുകാർ എന്നെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചിട്ട് എൻ്റെ മുഖത്ത് അടിക്കുന്നുണ്ട്. ഈ പ്രതാപചന്ദ്രൻ സാർ അടിച്ച ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. അതിനുശേഷവും ഈ അവരുടെ ഭാഗത്തുനിന്ന് നിരവധി തവണ ബുദ്ധിമുട്ടിച്ചു എന്നാണോ? അതെ, ഒരുപാട് തവണ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു, എനിക്ക് വയ്യാണ്ടായി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അപ്പോൾ അവർ ഭയന്നിട്ടായിരിക്കണം എനിക്കെതിരെ ഇത്രയും കള്ളക്കേസുകൾ ഇട്ട് വെച്ചത്. വിനീത, അങ്ങനെയാണ് ആ സാഹചര്യം. അതായത് ഒരു ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തത് എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയ ഭാര്യക്കാണ്, ഗർഭിണിയായ ഭാര്യക്കാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. സ്വാഭാവികമായും ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത സമയത്ത് ഒരു സ്ത്രീ അവിടെ എത്തുന്നു. കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ ഒരുപക്ഷെ ബഹളം വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഒരു പ്രകോപനവും ഇല്ലാതെ ഇയാൾ അവരുടെ മുഖത്തടിക്കുകയാണ്. ലജ്ജിപ്പിക്കുന്ന സംഭവം, ഞെട്ടിക്കുന്ന ക്രൂരത എന്ന് തന്നെ പറയണം. ഇത്രയധികം ആളുകൾ നോക്കി നിൽക്കുകയാണ്. ഒരു ഗർഭിണിയായ സ്ത്രീയുടെ മുഖത്താണ് അയാൾ അടിക്കുന്നത്. അതുതന്നെയാണ് വിനീത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളെ കസ്റ്റഡിയിലെടുക്കുന്നു. ഇനി അതെന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഭാര്യയായ ഷൈമോളെ ഇത്തരത്തിൽ പോലീസ് മർദ്ദിക്കുന്നത്. ഗർഭിണിയാണ്, ഒരു സ്ത്രീയാണ്. ഇങ്ങനെയുള്ള യാതൊരു പരിഗണനകളും ലഭിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, ഇത്തരത്തിൽ മുഖത്ത് തന്നെ അടിക്കുന്നു. അത്തരത്തിൽ തിരിച്ചെന്തെങ്കിലും മറുപടി പറയുകയോ ക്ഷുഭിതനാവുകയോ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് മർദ്ദനത്തിലേക്ക് പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന വനിതാ പോലീസുകാരടക്കം മർദ്ദിക്കുന്നു. അതിനുശേഷം അത് ചോദ്യം ചെയ്തപ്പോൾ അതിൻ്റെ തെളിവുകളൊന്നും തന്നെ നൽകാതിരിക്കുന്നു. അത്തരത്തിൽ
ആഭ്യന്തരമായ അന്വേഷണങ്ങൾ അടക്കം ഈ പരാതി പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന രീതിയിൽ അവസാനിപ്പിക്കുന്നു. അതിനുശേഷവും നിരന്തരം കോടതിയെ സമീപിച്ച് കോടതിയിൽ നിയമപോരാട്ടം നടത്തിയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഇനിയും ഏറെ കടമ്പകളുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ പ്രതാപചന്ദ്രൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി വേണം എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായും കോടതിയുടെ ഭാഗത്ത് കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതിലേക്കുള്ള ഒരു പോരാട്ടത്തിലാണ് ഇപ്പോൾ ബെന്നും അതോടൊപ്പം തന്നെ ഷൈമോളും ഉള്ളത്. അർജുൻ, സ്വാഭാവികമായും ഈ പരാതി ഉയർന്ന സമയത്ത് ആ CCTV ദൃശ്യങ്ങൾ ഈ വകുപ്പ് തല അന്വേഷണത്തിലും പരിശോധിച്ചിട്ടുണ്ടാകുമല്ലോ. എന്നിട്ടും ഈ പ്രതാപചന്ദ്രൻ ഇപ്പോഴും സർവീസിൽ തുടരുകയാണ്. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ചെറുവിരൽ അനക്കിയിട്ടില്ല ആഭ്യന്തര വകുപ്പും, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമ്മൾ മുൻപ് ഇത്തരം പല സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ തൃശ്ശൂരിലെ നേതാവിൻ്റെ അനുഭവങ്ങളടക്കം നമുക്ക് മുന്നിലുണ്ട്. അവരൊക്കെ തന്നെ ഇത്തരത്തിൽ അനുഭവങ്ങൾ നേരിട്ടു. അതിനുശേഷം അവർ നിയമപോരാട്ടം നടത്തി. പക്ഷേ അതിന് ഒരുപാട് കാലത്തിന് ശേഷം മാത്രമാണ് ഈ ദൃശ്യങ്ങൾ പോലും അവർക്ക് നൽകിയത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ തന്നെ പരാതി നൽകിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക്, അതിൽ മേലുദ്യോഗസ്ഥർക്ക് തന്നെ ഈ ദൃശ്യങ്ങൾ ലഭ്യമാണ്. അവരത് കണ്ടിട്ടുമുണ്ടാകും. അതിനുശേഷമാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എന്നൊരു റിപ്പോർട്ട് അടക്കം നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.